ഇതൊരു സെൻട്രൽ ഫീൽഡ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സെൻട്രൽ ഫീൽഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിൽ സെൻട്രൽ ഫീൽഡ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദ റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ, അത് ആ ഒരു മോഷൻ കൺസിഡർ ചെയ്താൽ അതൊരു സെൻട്രൽ ഫീൽഡ് മോഷനാണ് അല്ലേ. അപ്പോൾ അത് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കറിയാം വിച്ച് ഇസ് ദ കറക്റ്റ് ചോയ്സസ് ദ മോഷൻ ഈസ് കൺഫൈൻഡ് ഇൻ എ പ്ലെയിൻ. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു കോറിയോലിസ് ഫോഴ്സ്. കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഫിക്ഷ്യസ് ഫോഴ്സാണ് കോറിയോലിസ് ഫോഴ്സ്. ഇവിടെ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു റിജിഡ് വയറിലൊരു ബീഡ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വയറിനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ആ വയറിൻ്റെ റൊട്ടേഷൻ കൊണ്ട് ബീഡ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. And the angular speed is omega. The axis of rotation is perpendicular to the wire and passes through one end of the wire. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വയറിൻ്റെ ഒരു എൻഡിൽ കൂടെ വയറിൻ്റെ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ആ വയർ ഫ്രെയിമിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയാണ്. ഇഫ് ആർ ഇസ് എ ഡിസ്റ്റൻസ് ഓഫ് ദ മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് വി ഇറ്റ്സ് സ്പീഡ് തന്നിട്ടുണ്ട്, വി ആണ് ആംഗുലാർ സ്പീഡ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഗിവൺ ആണ്. Then what's the magnitude of Coriolis force? The Coriolis force in the equation is 2m omega cross v. Omega angular velocity ആണ്, v speed ആണ്. ഇതാണ് Coriolis force in the equation. ഈ കേസിൽ ഇതാണ്, ഈ ഒരു വയർ ഫ്രെയിമാണ്. വയർ ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ കൂടെ ടച്ച് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആക്സിസ്, ഈ ആക്സിസിന് എബൌട്ടായിട്ട് ഈ കാണുന്ന വയർ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ദ ആംഗുലാർ വെലോസിറ്റി ഒമേഗയും വി സ്പീഡും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഒമേഗ ക്രോസ് വി ഇസ് ഒമേഗ വി സൈൻ 90 1. So it is 2m omega v. That is a Coriolis force. Then next question, for a system of n particles m1 m2 m3 etc to mn are the different masses. R1 R2 R3 position vectors, then v1 v2 v3 to vn velocity, corresponding velocity. ഇതിൽ ഇറ്റ് ഈസ് ഗിവൺ സിഗ്മ വി ഐ ഇസ് 0, അതായത് v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് v4 എടുത്താൽ 0 ആണ് കിട്ടുന്നത്. ആൻഡ് ചൂസ് ദ കറക്റ്റ് ചോയ്സ്. ഫസ്റ്റ് ഇസ് ടോട്ടൽ മൊമെൻറ്റം 0, ദെൻ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം, ടോട്ടൽ ഫോഴ്സ്, ടോട്ടൽ ടോർക്ക്. അപ്പോൾ ഫോഴ്സും മൊമെൻറ്റവും ടോർക്കും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ മൊമെൻറ്റം നോക്കിയാൽ മൊമെൻറ്റം m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 അത് 0 ആവത്തില്ല അല്ല, കാരണം എന്താണ്, v1 പ്ലസ് v2 പ്ലസ് v3 പ്ലസ് v4 എക്സെട്ര അതേ 0 ഉള്ളൂ. മാസം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 ആകണമെന്നില്ല. ടോട്ടൽ മൊമെൻറ്റത്തിൻ്റെ കാര്യം നോക്കണ്ട. പിന്നെ ടോട്ടൽ ഫോഴ്സ്, ടോർക്ക് നോക്കിയാൽ ഫോഴ്സ് എന്താണ്, വെലോസിറ്റി ഫോഴ്സുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ല. വെലോസിറ്റിയുടെ ടൈം റേറ്റ് dv/dt ആണ്. ആക്സിലറേഷൻ ഇൻറ്റു മാസാണ് ഫോഴ്സ്. ദെൻ സിഗ്മ വി ഐ 0, ദാറ്റ് മീൻസ് സിഗ്മ dvi/dt ഈസ് 0. അപ്പോൾ ഈ സിഗ്മ dvi/dt ഒരു mi/mi എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, mi/mi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ടേക്ക് 1 mi ഔട്ട്സൈഡ് ആൻഡ് വാട്ട് വി ഗെറ്റ് ഇസ് ദിസ്. ഇതിൽ ഈ സിഗ്മ സമേഷൻ്റെ ബ്രാക്കറ്റിലുള്ള എന്താണ്, ഫോഴ്സാണ്. 1/mi sigma dfi is 0. That is sigma dfi is 0. കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഏതാണ്, കറക്റ്റ് ചോയ്സസ് സി. ദ ടോട്ടൽ ഫോഴ്സ് ഓൺ സിസ്റ്റം മസ്റ്റ് ബി 0. Then, although mass energy equivalence of special relativity allows conversion of a photon to an electron-positron pair, such a process cannot occur in free space. അപ്പോൾ അത് പെയർ പ്രൊഡക്ഷൻ എന്ന പ്രോസസ്സാണ്. ഫോട്ടോൺ ഇലക്ട്രോൺ-പോസിട്രോൺ പെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പെയർ പ്രൊഡക്ഷൻ എന്ന പ്രോസസ്സാണ്. ആൻഡ് ദാറ്റ് വോണ്ട് ഒക്കർ ഇൻ ഫ്രീ സ്പേസ്. അത് ഏതെങ്കിലും ഒരു
ന്യൂക്ലിയസിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് മാത്രമേ ആ ഒരു മൊമെൻറ്റം ട്രാൻസ്ഫർ നടന്നെങ്കിൽ മാത്രമേ ആ ഒരു പെയർ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫ്രീ സ്പേസിൽ നടക്കത്തില്ല. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഓഫ് സം nucleus to collide with the photon, and such a process cannot occur in free space because it violates conservation of energy. Then friction related to the question, static friction, coefficient of static friction mu ആണ്. M is the mass on the surface, then which is not correct. Which of the following is not correct? The maximum force of friction is mu mg, then force of friction is exactly mu mg. The force of friction is along the surface. The force of friction opposes any effort to move the object. ഇതിൽ മാക്സിമം, അപ്പോൾ ഇതിൽ കറക്റ്റ് അല്ലാത്ത ചോയ്സാണ് നോക്കേണ്ടത്. ദ ചോയ്സ് ഇസ് ബി. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് mu mg ആണത്. ഒരു അഡ്ജസ്റ്റബിൾ ഫോഴ്സാണ്. അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണോ എം ജിയുടെ വാല്യൂ അതനുസരിച്ചായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. The Lagrangian of a particle of mass m moving in a plane is given by, ഒരു പ്ലെയിനിലുള്ളൊരു മോഷനാണ്. Lagrangian is Lagrangian. Then Vx, Vy are the velocity components. Vxൻ്റെ Vyയുടെ ടേംസിലുള്ള Lagrangian തന്നിട്ടുണ്ട്. A ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാനോണിക്കൽ മൊമെൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാനോണിക്കൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പി എക്സും പി വൈയും. പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി എക്സ് ഈസ് ഡോ എൽ ബൈ ഡോ ക്യു എക്സ് ഡോട്ട് അല്ല, അല്ലെങ്കിൽ ഡോ എൽ ബൈ ഡോ ക്യു എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് വെലോസിറ്റിയാണ്. ഡോ എൽ ബൈ ഡോ വി എക്സ് ആണ് പി എക്സ്. അതുപോലെ ഡോ എൽ ബൈ ഡോ വി വൈ ആണ് പി വൈ. ഡോ എൽ ബൈ ഡോ വി എക്സ് എടുക്കുക, ദെൻ ഡോ എൽ ബൈ ഡോ വി വൈ എടുക്കുക, വിൽ ബി ഗെറ്റിംഗ് പി എക്സ് ആൻഡ് പി വൈ. അടുത്ത ക്വസ്റ്റ്യൻ റിലേറ്റിവിറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Two events are separated by a distance 6 × 10⁵ km. Then first event occurs 1 second before the second. Then the interval between the events is time-like, light-like, space-like, or it cannot be determined from the information given. ഇതിൽ ഏത് ടൈപ്പ് ആണെന്നാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തതാണോ വിത്ത് ദ ഗിവൺ ഇൻഫർമേഷൻ എന്നാണ് അറിയേണ്ടത്. ഇൻ്റർവെൽ ഡെൽറ്റ എക്സ് സ്ക്വയർ ഇസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ പ്ലസ് ഡെൽറ്റ ഇസെഡ് സ്ക്വയർ, അല്ലെങ്കിൽ ആർ സ്ക്വയർ ഡിസ്റ്റൻസ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡി ടി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 3 കണ്ടീഷൻ അനുസരിച്ച് സ്പേസ് ലൈക്ക്, ടൈം ലൈക്ക് ആൻഡ് ലൈറ്റ് ലൈക്ക്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്പേസ് ലൈക്ക്, ലെസ് ദാൻ 0 ആണെങ്കിൽ ടൈം ലൈക്ക്, ഈക്വൽ ടു 0 ആണെങ്കിൽ ലൈറ്റ് ലൈക്ക്. ആർ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡി ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ 6 × 10⁵ കിലോമീറ്റർ ആണ്. അത് 6 × 10⁸ മീറ്റർ square minus c square 3 × 10⁸ square into dt square 1 second square. And therefore it is space like. Then the homogeneity of time leads to the law of conservation of, ഹോമോജിനിറ്റി ഓഫ് ടൈമും ഏത് കൺസർവേഷൻ ലോയുമാണ് റിലേറ്റഡ്? ഏതാണ്? കൺസർവേഷൻ ഓഫ് എനർജി. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. ഏതാണ്? ഡി ആണ് കറക്റ്റ് ചോയ്സ്. ഡി ക്യൂ 1/dt ഇസ് ഡോ എച്ച് ബൈ ഡോ പി ഐ ആൻഡ് മൈനസ് ഡി പി ഐ ബൈ ഡി ടി ഇസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ കാനോണിക്കൽ ഇക്വേഷൻ, ഹാമിൽട്ടൺസ് കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ദെൻ ദ ലഗ്രാഞ്ചിയൻ ഫോർ ദ കെപ്ലർ പ്രോബ്ലം. വീണ്ടും ഒരു സെൻട്രൽ ഫോഴ്സ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. എൽ ഗിവൺ ആണ്. ദെൻ വിച്ച് ഇസ് എ കറക്റ്റ് ചോയ്സ്. ഇതിൽ കണ്ടാലറിയാം, ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ അബൌട്ട് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ്. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ പ്ലെയിൻ. ദ മോഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ എ പ്ലെയിൻ.
അപ്പോൾ ഇവിടെ സി ആണ് കറക്റ്റ് ചോയ്സ്. ആംഗുലാർ മൊമെൻറ്റം is a constant. About center of attraction is a constant.